എല്ലാവർക്കും ആസ്പിയർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ സിനിമകളുടെ OTT അപ്ഡേറ്റ്സ് അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് ജമീലാന്റെ പൂവൻകോഴി എന്ന മലയാളം സിനിമയുടേതാണ്. ബിന്ദു പണിക്കർ പ്രധാന കഥാപാത്രമായി എത്തിയ കോമഡി മൂവിയാണ് ജമീലാന്റെ പൂവൻകോഴി. തിയേറ്ററുകളിൽ ഫ്ലോപ്പായ ഈ ഒരു ചിത്രം ഇപ്പോൾ സൈന പ്ലേയിൽ അവൈലബിൾ ആണ്. അടുത്ത അപ്ഡേറ്റ് അലാറം എന്ന അമേരിക്കൻ ആക്ഷൻ ക്രൈം ത്രില്ലർ സിനിമയുടേതാണ്. സിൽവർസ്റ്റർ സ്റ്റാലോണും സ്കോട്ട് ഈസ്റ്റ്വുഡും പ്രധാന കഥാപാത്രമായി എത്തിയ ഈ ഒരു സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അടുത്ത അപ്ഡേറ്റ് പാതൽ ലോക് സീസൺ 2 എന്ന ഹിന്ദി വെബ് സീരീസിന്റേതാണ്. ജയ്ദീപ് അലാവട്ട്, ഇഷ്ഫാഖ് സിംഗ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ സസ്പെൻസ് ആക്ഷൻ ഡ്രാമ വെബ് സീരീസ് ആണ് പാതൽ ലോക് സീസൺ 2. ഇപ്പോൾ ആമസോൺ പ്രൈമിൽ ഈ ഒരു വെബ് സീരീസ് പാൻ ഇന്ത്യൻ ഭാഷകളിൽ അവൈലബിൾ ആണ്. അടുത്ത അപ്ഡേറ്റ് രുദ്രം എന്ന മലയാള സിനിമയുടേതാണ്. രാജ്ബി ഷെട്ടി, അപർണ ബാലമുരളി എന്നിവർ തകർത്തഭിനയിച്ച ചിത്രമാണ് രുദ്രം. ഡ്രാമ കാറ്റഗറിയിൽപ്പെട്ട ഈ ഒരു സിനിമ തിയേറ്ററുകളിൽ നിന്ന് ആവറേജ് അഭിപ്രായം മാത്രമാണ് നേടിയിരുന്നത്. ഇപ്പോൾ ഈ ഒരു സിനിമ ആമസോൺ പ്രൈം വഴി ജനുവരി 24-ന് OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ഓശാന എന്ന മലയാളം സിനിമയുടേതാണ്. ധ്യാൻ ശ്രീനിവാസൻ നായകനായി എത്തിയ ചിത്രമാണ് ഓശാന. കോമഡി റൊമാന്റിക് കാറ്റഗറിയിൽപ്പെട്ട ഈ ഒരു ചിത്രം തിയേറ്ററുകളിൽ പരാജയപ്പെട്ടിരുന്നു. ഇപ്പോൾ ഈ ഒരു സിനിമ ജനുവരി 31-ന് മനോരമ മാക്സ് വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് മനോരാജ്യം എന്ന മലയാളം സിനിമയുടേതാണ്. GP നായകനായി എത്തിയ ഡ്രാമ മൂവിയാണ് മനോരാജ്യം. തിയേറ്ററുകളിൽ ആവറേജ് വിജയം നേടിയ ഈ ഒരു ചിത്രം ഇപ്പോൾ സൈന പ്ലേ വഴി ഫെബ്രുവരി 7-ന് OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് മദ്രാസ്കാരൻ എന്ന തമിഴ് സിനിമയുടേതാണ്. ഷെയ്ൻ നിഗം, കാളിയറാസൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഡ്രാമ കാറ്റഗറിയിൽപ്പെട്ട സിനിമയാണ് മദ്രാസ്കാരൻ. തിയേറ്ററുകളിൽ നിന്ന് മിക്സഡ് അഭിപ്രായം നേടിയ ഈ ഒരു ചിത്രം ആമസോൺ പ്രൈം വഴി ഫെബ്രുവരി 14-ന് OTT റിലീസ് ചെയ്യുമെന്നാണ് അൺഒഫീഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ട്. അവസാനത്തെ അപ്ഡേറ്റ് ഐഡന്റിറ്റി എന്ന മലയാളം സിനിമയുടേതാണ്. ടൊവിനോ തോമസ്, തൃഷ കൃഷ്ണൻ എന്നിവർ തകർത്ത് അഭിനയിച്ച ആക്ഷൻ ക്രൈം ത്രില്ലർ മൂവിയാണ് ഐഡന്റിറ്റി. തിയേറ്ററുകളിൽ നിന്ന് നല്ലൊരു അഭിപ്രായം നേടിയ ഈ ഒരു ചിത്രം ഫെബ്രുവരി 1st വീക്കിൽ OTT റിലീസ് ചെയ്യുമെന്നാണ് ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാത്തിരിക്കാം ഐഡന്റിറ്റിയുടെ OTT റിലീസിനായി. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.